വിലക്ക് വാങ്ങിയ ഡ്രസ്സാണ്, നിനക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തോ. അത്രയും പറഞ്ഞ് വിമല പോകുമ്പോൾ ദേവന്റെ കണ്ണുകൾ മേശപ്പുറത്തിരുന്ന കവറിൽ തന്നെയായിരുന്നു. രാവിലെ മീര വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മാളുട്ടി ഒരുക്കി. ഒപ്പം മീരയും ഒരു ലൈറ്റ് ഗ്രീൻ വരുന്ന കുറച്ച് മോഡേൺ വന്നൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരുങ്ങിയിറങ്ങുമ്പോൾ വിമലയും ഒരുങ്ങിയിറങ്ങി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അധികം തിരക്ക് കാണില്ല, പോയിട്ട് വരാനൊക്കെ എളുപ്പമായിരിക്കും. അതെ അമ്മേ, ആദ്യം അനുചേച്ചിയുടെ വീട്ടിൽ പോകണം, അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നീ രമ്യ ചേച്ചിയുടെ വീട്ടിൽ കൂടെ പോവാം. രമ്യയോട് പറയണ്ടേ നമ്മൾ ചെല്ലുന്ന കാര്യം? അത് വേണ്ട, ചേച്ചിക്കൊരു സർപ്രൈസ് ആവട്ടെ. അല്ല മോളെ, രണ്ടിടത്തേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ബസ്സിൽ എങ്ങനെ പോകും നമ്മൾ? ബസ്സിലല്ല, സിദ്ധു വരും, അതാവുമ്പോൾ കാറിൽ പോകാലോ. ഞാൻ ഇന്നലെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ തന്നെ പറഞ്ഞ് അവൻ വന്നോളാം എന്ന്. അതെന്തായാലും നന്നായി, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി എടുത്ത് ബസ്സിൽ താങ്ങിക്കൊണ്ട് പോകേണ്ടി വന്നേനെ. ഈ സമയം തന്നെ ദേവൻ പുറത്ത് പോയിട്ട് വന്നിരുന്നു. ഒരു വൈറ്റ് മുണ്ടും റെഡ് ഷർട്ടുമാണ് വേഷം. നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട്, അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ടുള്ള വരവാണെന്ന് വ്യക്തം. ഈ സമയം ബൈക്കിൽ നിന്നിറങ്ങിയ ദേവന്റെ കണ്ണുകൾ മുന്നിൽ തൻ്റെ അമ്മയ്ക്കും മാളുവിനൊപ്പം നിൽക്കുന്ന മീരയിൽ ചെന്നെത്തി. ഒരു നിമിഷം അവൻ അവളെ തന്നെ മതിമറന്ന് നോക്കി നിന്നു. ആ ഡ്രസ്സിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മുടി ഫുൾ ഫ്രീ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്തോ നോക്കി നിൽക്കാൻ തോന്നി ദേവനും. കാരണം ആദ്യമായിട്ടാണ് അവളിങ്ങനെയുള്ള വേഷത്തിൽ കാണുന്നത് തന്നെ. ഈ സമയം വിമലയുടെ ദേവ എന്നുള്ള വിളിയിലാണ് അവളുടെ നോട്ടത്തെ പിൻവലിച്ചത്. ഞങ്ങളൊന്ന് അനുമോളുടെ വീട്ടിൽ പോയിട്ട് അതുവഴി രമ്യയുടെ അവിടെ കൂടെ പോയിട്ട് വരുമ്പോൾ എന്തായാലും കുറച്ച് താമസിക്കും. ഉച്ചയ്ക്കുള്ള ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളില്ലെന്ന് വെച്ച് പുറത്തു പോയി കഴിക്കാൻ നിൽക്കണ്ട. എങ്ങനെ പോകുന്നു? ദേവിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ അവർ അവനെ നോക്കി. സിദ്ധുമോ വരും, അതിനവന് കാറുണ്ടോ? ഫ്രണ്ടിൻ്റെ വണ്ടി എന്നാണ് മോളോട് പറഞ്ഞത്. പറഞ്ഞതെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ കാറെടുത്ത് കൊണ്ടാക്കില്ലായിരുന്നു. ദേവൻ ഗൗരവത്തിൽ പറയുമ്പോൾ വിമലയിൽ വീണ്ടും ഞെട്ടല്. ഇനി തൻ്റെ മോന് അമ്പലത്തിൽ പോകുന്ന വഴി തലയ്ക്ക് അടിവെല്ലാം കിട്ടിയെന്നായിരുന്നു അവരുടെ സംശയം. ഈ സമയം ദേവന്റെ നോട്ടം മീരയിലെത്തി. എന്നാൽ അവൾ അവനെ നോക്കാതെ തന്നെ നിന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് ഒരു കാറ് വന്നത്. അതും ഇന്നലെ വന്ന അതേ കാർ. ഡ്രൈവിംഗ് സീറ്റിൽ കാർ തിരിപ്പുണ്ട്. അവൻ്റെ അടുത്തായി സിദ്ധു. അവൻ്റെ നോട്ടം മീരയ്ക്ക് നേരെ കൂർത്തു. അവൾ ആ ഭാഗത്തേക്ക് പോലും നോക്കാൻ പോയില്ല. ഈ സമയം സിദ്ധു കാറിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് നടന്നു. അവൻ്റെ പിന്നാലെ തന്നെ കാർത്തിയും ഒരു ചിരിയോടെ നടന്നു വന്നു. അല്ല, മോനും ഉണ്ടായിരുന്നു. ഇവൻ കാർ വേണമെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചു. എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ മീരയും അമ്മയും കൂട്ടി അവർക്കൊപ്പം യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ ലീവ് വന്നതല്ലേ. ഇന്ന് ഇവനുമായി എൻ്റെ കുറച്ച് ഫ്രണ്ടിനെ കാണാൻ ഇരുന്നതാ. ഇവനില്ലാതെ ഞാൻ മടിച്ചു. ഇവനുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിനിടയിൽ ഓരോന്നും പറഞ്ഞ് സമയം പോകുമെന്നറിയില്ല. അതാ പിന്നെ ഞാനും കൂടെ നിങ്ങളോടൊപ്പം വരാമെന്ന് വെച്ച്. ഇനി ഞാൻ വരുന്ന അമ്മയ്ക്ക് വിരോധമുണ്ടോ? എനിക്ക് എന്ത് വിരോധം? മോൻ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമല്ലേ ഉള്ളൂ. എന്ന് ഇറങ്ങാം. നീ എന്താടി ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? സിദ്ധു മീരയോടായി ചോദിച്ചു. എന്നാലും നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, കാർത്തികനൊപ്പാണ് വരുന്നതെന്ന്. ഏട്ടനൊപ്പാണെന്ന് പറഞ്ഞാ നീ വേണ്ടെന്ന് പറഞ്ഞ് മുങ്ങും എന്നറിയാം, അതാ പറയാത്തത്. മീര സിദ്ധുവിൻ്റെ തോളിൽ തല്ലി. മുഖം വീർപ്പിച്ച് നിൽക്കാതെ വാടി പെങ്ങളെ. അതും പറഞ്ഞ് മീരയുടെയും വിമലയുടെയും കയ്യിൽ ഇരുന്ന കവറുകളെല്ലാം എടുത്ത് കാറിൻ്റെ ബാക്കിൽ വെച്ചു. ഒപ്പം വിമലയും മാളുട്ടിയും മീരയും പിന്നിൽ കയറുമ്പോൾ കാർത്തിയുടെ കൂടെ മുന്നിലായി സിദ്ധുവും കയറി. കാർത്തി കാറിലിരുന്ന് തന്നെ ദേവനെ നോക്കി ഒന്ന് ചിരിച്ചു. അവൻ ദേഷ്യത്തിൽ മുഖം തിരിച്ചു മീരയെ നോക്കി. അവൾ ആ ഭാഗത്തേക്ക് നോക്കുന്നേയില്ല. കാർ മുന്നിൽ നിന്നും മറഞ്ഞതും ദേവൻ അവിടെ ഇരുന്ന ചെടിച്ചട്ടി കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞ് പൊട്ടിച്ചു. കാരണം മീരയെ കാർത്തിക്കൊപ്പം കാണുമ്പോഴെല്ലാം തന്നെ നിയന്ത്രിക്കാനാവാത്ത പോലെ. ഈ സമയം ഗായത്രിയുടെ കോൾ അവനെ തേടി എത്തി. അതും കൂടെ ആയതും അവൻ്റെ ദേഷ്യം തലച്ചോറിലെത്തിയിരുന്നു. അവൻ കോളാക്കി ചെവിയോട് ചേർത്തു. എന്ത് ദേവ എൻ്റെ കോൾ എടുക്കാത്തത്? എന്നെ മറന്നു പോകാൻ മാത്രം എന്ത് തിരക്കാണ് നിനക്ക് അവിടെ ഉള്ളത്? എടി പക്ഷെ പുന്നാരം മോളെ, മേലിൽ എൻ്റെ ഫോണിൽ വിളിച്ച് ഇമ്മാതി ഉണ്ടാക്കാൻ വന്നാ ഞാനങ്ങ് വരും നിന്റെ ഭർത്താവിൻ്റെ മുന്നിൽ. അത് വേണ്ടെങ്കിൽ മേലെന്നെ വിളിക്കരുത് കേട്ടോടി ഡാഷ് മോളെ. അത്രയും പറഞ്ഞ് ഫോൺ കട്ടാക്കുമ്പോൾ എന്തോ വീണ്ടും ദേഷ്യം തോന്നി അവനോടും മുന്നിലുള്ള എല്ലാത്തിനോടും. എന്താണ് ഗായത്രി ഈ നേരത്തെ ഒരു വരവ്? മുന്നിൽ നിൽക്കുന്ന ഗായത്രിയെ നോക്കി കാവേരി ചോദിച്ചു. സജിത്തേട്ടൻ പോയോ ജോലിക്ക്, അതോ ഇവിടെ ഉണ്ടോ? അവൾ അകത്തേക്ക് നോക്കി ഒന്ന് പരിങ്ങിക്കൊണ്ട് ചോദിച്ചു. ചേട്ടൻ രാവിലെ തന്നെ പോയി. അല്ല, ചേട്ടനെ കാണുന്നതിൽ ആവശ്യമാണോ? ഏയ് അല്ല, ചേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഇവിടുന്ന് സംസാരിക്കാനാവില്ല. അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആണുള്ള കാര്യം. എന്തായാലും ഏട്ടൻ അറിയേണ്ടത് നീ വെക്കണം. എങ്കിൽ ദേവൻ്റെ കാര്യമായിരിക്കുമല്ലോ അല്ലേ? അതെ. എന്താ അവൻ ക്യാഷ് വല്ലതും തിരിച്ചു ചോദിച്ചോ? അങ്ങനെ ചോദിക്കുന്നൊരു ഭയം ഇപ്പോൾ എന്നിലുണ്ട്. അതിന് മാത്രം എന്തുണ്ടായി നിങ്ങൾക്കിടയിൽ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമേ ദേവിൽ എന്തോ മാറ്റമുണ്ടെന്ന്. ഞാൻ വിളിച്ച എടുക്കില്ല, എൻ്റെ കോൾ കണ്ടപ്പോലും തിരിച്ചു വിളിക്കില്ല. എന്നാൽ ഇന്ന് ഞാൻ രാവിലെ വിളിക്കുമ്പോൾ ആദ്യമായി ദേവൻ എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചു. മേലിൽ അവനെ വിളിക്കരുതെന്ന് പറഞ്ഞു.
വിളിച്ചാൽ അവൻ വീട്ടിലേക്ക് വന്ന് ഏട്ടനോട് കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. എനിക്ക് ആ നേരം തൊട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, എന്തോ ഒരു ഭയം പോലെ. അതാ ഇങ്ങോട്ട് വന്നത്. ഇനി ദേവനെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമോ? അതെങ്ങനെ നമ്മൾ ആരെങ്കിലും പറയാതെ അവനെങ്ങനെ കണ്ടുപിടിക്കണം ഇതൊക്കെ? അതുമല്ല, നമ്മളാരും തന്നെ ഒരിക്കലും ഇതൊന്നും അവനോട് പറയാൻ പോകുന്നില്ലല്ലോ. ആരെങ്കിലും സ്വയം ഒറ്റയ്ക്ക് കുഴിക്കുമോ? അതില്ല. ഒന്നെങ്കിൽ എല്ലാം അവൻ എങ്ങനെയും അറിഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ മറ്റേ മീര അവളുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അവൾ അവനെ വിട്ട് പോകില്ലെന്ന് പറഞ്ഞു കാണും. ആ ദേഷ്യത്തിലാവും നിന്നോട് അങ്ങനെ സംസാരിച്ചത്. മീരയുമായി അവനിടയ്ക്ക് അങ്ങനെ അതിൻ്റെ ദേഷ്യത്തിൽ എന്നോട് പിണങ്ങിയതായിരിക്കാണ് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. മീരയുമായി അവനിടയ്ക്ക് അങ്ങനെ അതിൻ്റെ ദേഷ്യത്തിലോട് പിണങ്ങിയതായിരിക്കണേ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. തൽക്കാലം നീ കുറച്ച് ദിവസം അവനെ വിളിക്കണ്ട. അവനായി ഇങ്ങോട്ട് വിളിക്കുമെന്ന് നോക്കാം. വിളിച്ചില്ലെങ്കിൽ മാത്രം ഒന്നുകൂടെ അങ്ങോട്ട് വിളിച്ചാൽ മതി. അപ്പോഴവൻ ഇതുപോലെ പറഞ്ഞാൽ ഉറപ്പിച്ചു അവനെല്ലാം അറിഞ്ഞുവെന്ന്. എങ്കിലത് ദോഷം ചെയ്യില്ലേ? ചെയ്യൂ. ഇനി ചെയ്താൽ തന്നെ അവൻ്റെ നമ്പർ ഒപ്പിച്ച് നീയാണ് ആദ്യം വിളിച്ചതെന്ന് പറയരുത്. അവനായി നിന്നെയാണ് വിളിച്ചതെന്ന് പറയാൻ പാടുള്ളൂ. അതൊക്കെ എനിക്കറിയാം. എൻ്റെ പേടി അവനെ മീരിയെ സ്നേഹിച്ചു അവൾക്കൊപ്പം ജീവിക്കുമെന്നാണ്. ആദ്യം അവൻ സത്യം അറിഞ്ഞെന്ന് അറിയട്ടെ, എന്നിട്ടല്ലേ ആ വക കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത് തന്നെ. ആദ്യം തന്നെ മീരയും ഏവരും അനുവിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ അനുവിൻ്റെ മക്കളും അമ്മായി ഉണ്ടായിരുന്നു. മാളുട്ടിക്ക് പിന്നെ അവരുടെ പ്രായക്കാരെ കിട്ടിയപ്പോൾ അങ്ങോട്ട് കൂടി. വിമല പിന്നെ അനുവിൻ്റെ അമ്മ സത്യഭാമ കൂടെ വിശേഷങ്ങൾ പറച്ചിലും ഒരു ബഹളമായിരുന്നു. മീര അവരെല്ലാം വാങ്ങിയ ഡ്രസ്സെല്ലാം എടുത്തു കൊടുക്കുമ്പോൾ, ഇതൊക്കെ വാങ്ങിയാൽ എൻ്റെ വീട്ടിലേക്ക് നിനക്ക് വരാൻ പറ്റുള്ളൂ എന്ന് അനു ചോദിച്ചു. അതിന് മീര കണ്ണുകൾ ചെമ്മി കാണിച്ചു. അനു ഗോപിയെ വിളിച്ചു. മീര വന്ന വിവരം പറഞ്ഞതും അപ്പോൾ തന്നെ അവളുടെ ഫോണിൽ വീഡിയോ കോൾ എത്തിയിരുന്നു. ഗോപികയുടെ വക. പിന്നെ ഏറെ നേരം എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഗോപിക്കും കാർത്തികയും സിദ്ധുവിനെ കൂടെ മീര പരിചയപ്പെടുത്തി കൊടുത്തു. ഫുഡ് കഴിച്ചു. ഉച്ച കഴിഞ്ഞതും അനുവിൻ്റെ അവിടെ നിന്നു യാത്ര പറഞ്ഞ് നേരെ രമ്യയുടെ വീട്ടിൽ പോയി. അവിടുന്ന് രമ്യയുടെ വീട്ടിൽ പോകാൻ 30 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുന്നിൽ നിൽക്കുന്ന മീരയും അമ്മയും മാളുട്ടിയും കണ്ടതും അവൾ അമ്പരപ്പിൽ അവർക്കടുത്തേക്ക് വന്നു. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ദൈവം വന്നില്ലേ? അവനെന്തോ ആവശ്യമായി പോയിരിക്കുക അനീഷിൻ്റെ കൂടെ. ദേവനെ പറ്റിയുള്ള സംസാരം അവിടെ നിൽക്കാൻ വേണ്ടി വിമല പറഞ്ഞു. എന്നാലും ഇന്നലെ വിളിച്ചിട്ട് പോലും നാട്ടിൽ വന്നത് ഇങ്ങോട്ട് വരുമെന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തേലും ഒരുക്കുമായിരുന്നില്ലേ? ഇതിപ്പോൾ വന്നിട്ട് എൻ്റെ പൊന്നോ, പറഞ്ഞിട്ട് വന്ന ചേച്ചിയുടെ ഈ ഭാവമാറ്റമൊക്കെ കാണാനാവുമോ? പിന്നെ കഴിക്കാനാണെങ്കിൽ ഒന്നും വേണ്ട, എല്ലാവരും വയറ് ഫുള്ളാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു അനുചേച്ചിയെ പറ്റി. ആടെ വീട്ടിൽ പോയിട്ടുള്ള വരവാണ് ഇത്. എന്തായാലും വന്ന കാലം നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വാ. ഈ സമയം രമ്യ പരിചയമില്ലാതെ രണ്ടുപേരെ കൂടെ കണ്ടതും മീരയോട് ചോദിച്ചു, ഇതൊക്കെ ആരാ? ഇതെൻ്റെ ബ്രദർ സിദ്ധു, അതിൻ്റെ ചേട്ടൻ കാർത്തിയേട്ടൻ. അപ്പോൾ വീട്ടുകാർ പിണക്കം മാറി വന്നോ? അയ്യോ ചേച്ചി, ആ പിണക്ക് നൂറ്റാണ്ടിൽ തീരില്ല. ഇതവർ ആരും അറിയാതെ ഞങ്ങൾ വരുന്നല്ലേ ഇതിനെ കാണാൻ, സിദ്ധു പറഞ്ഞു. എന്തായാലും നിങ്ങൾക്കെങ്കിലും തോന്നിയല്ലോ അവളെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തണമെന്ന്. അതിന് വലിയ പുണ്യം. അകത്തേക്ക് വരുമ്പോൾ കണ്ടു സൂര്യനും കൂടെ സുമേഷോടൊപ്പം ഇരുന്ന് TV കാണുന്നത്. സുമേഷ് ഇന്ന് ലീവാണോ? ഏട്ടനെ കുറച്ച് ദിവസമായി ജോലിയില്ല. അതെന്താ? ഏട്ടൻ എല്ലാ ജോലിക്കും പോകും മീരെ. കൂടുതൽ ഈ ഇലക്ട്രിക് വർക്കാണ് ഏട്ടൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഏട്ടന് പകരം വേറെ ഒരാളായി. അപ്പോൾ ചിലവൊക്കെ അതിനവർ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഇന്നലെ വിളിച്ചിട്ട് പോലും എന്താ പറയാത്ത രമ്യ എന്നോട്? വിമല ചോദിച്ചു. അതും കൂടെ പറഞ്ഞ് അമ്മ ഇനി വിഷമിക്കേണ്ടെന്ന് വെച്ചു. രമ്യയ്ക്ക് വന്നിട്ട് ഒന്ന് കൊടുക്കാനായിരുന്നുള്ള സങ്കടമാണ്. പക്ഷെ മീരയോ ആരും തന്നെ അത് കുഴപ്പമില്ല, ഇനി വരുമ്പോൾ ഈ കുറവ് നികത്താൻ നമുക്കെന്ന് പറഞ്ഞ ശേഷം അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്തു. സൂരജും മീരയെ ആദ്യമാണ് കണ്ടതും തന്നെ അവരുടെ ആൻറ്റിയെ ഒത്തിരി ഇഷ്ടമായി. മീരയോട് അവർ കൂടുതൽ അടുക്കുമ്പോൾ മാളുട്ടി അതിനെ സമ്മതിക്കാതെ അവർക്കിടയിൽ നുഴഞ്ഞു കയറി മീരയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇതെൻ്റെ മീര എന്ന് പറയുമ്പോൾ മീര അവളെ നോക്കി ചിരിക്കും. എന്നാൽ സൂര്യ മാളുട്ടിയെ നോക്കി കണ്ണുകൾ ഉരുട്ടുമ്പോൾ അവളെ തിരിച്ചും അതുപോലെ കണ്ണുരുട്ടി നോക്കി കാണിക്കും. ഇതേസമയം കാർത്തി സുമേഷ് ഏട്ടൻ്റെ അടുത്തായി വന്നിരുന്നു. എൻ്റെ ഫ്രണ്ട് ഒരാൾ നാട്ടിലുണ്ട്, ഇവിടുത്തെ ഒരു വലിയ ഹോട്ടലിലെ മാനേജറാണ്. കൂടുതൽ ഈ ഫാമിലി ആയിട്ടുള്ളതും ടൂറിസ്റ്റ് ആൾക്കാരും അന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഒപ്പം ഈ ഫംഗ്ഷൻ നൈറ്റ് പാർട്ടിയൊക്കെ നടത്താറുണ്ട്. അവിടെ ഇലക്ട്രീഷ്യൻ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുവാണ്, സ്ഥിരം പോസ്റ്റിൽ. പിന്നെ നല്ല സാലറി ഉണ്ട്. സുമേഷ് ഏട്ടൻ ഓക്കെ ആണെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം. അവനോട് പറയാൻ ജോലി ഉറപ്പുള്ള കാര്യമാണ്. വേണമെങ്കിൽ നാളെ തന്നെ സുമേഷ് ഏട്ടൻ ജോലിക്കും കയറാം. ഈ സമയം സുമേഷ് രമ്യയും വിമലയൊക്കെ അവനെ കണ്ണുകൾ വീഴ്ത്തി നോക്കി. തങ്ങൾക്ക് അവൻ ആരുമല്ല, മീരയുടെ റിലേറ്റീവിലുള്ള ആളാണ്. എന്നിട്ട് പോലും അവൻ തങ്ങളെ സഹായിക്കാൻ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അതും ഒറ്റ ദിവസം കണ്ട പരിചയത്തിൽ. സുമേഷ് മുന്നിലേക്ക് നോക്കി. കാർത്തിയേട്ടൻ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ തന്നിരിക്കും. ഒപ്പം ചേട്ടന് ഒരു ബുദ്ധിമുട്ടും പോകുന്നിടത്ത് ഉണ്ടാവുകയില്ല. മീര സുമേഷ് ഏട്ടനെ നോക്കി ഉറപ്പ് നൽകി. ഈ സമയം കാർത്തി അവൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് സുമേഷ് നൽകി. ഏട്ടാ ഇപ്പോൾ തന്നെ പറയണമെന്നില്ല, ആലോചിച്ച് രാത്രിയോ നാളെ രാവിലെയോ പറഞ്ഞാലും മതി.
പിന്നെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച ശേഷം ഏവരും പോകാൻ ഇറങ്ങുമ്പോൾ മീര രമ്യയും സുമേഷും നോക്കി പറഞ്ഞു, മറ്റന്നാൾ ദീപാവലിക്ക് എല്ലാവരും അവിടെ ഉണ്ടാവണം. അതിന് കൂടെ വിളിക്കാനാണ് ഞാൻ വന്നത്. പറ്റില്ലെന്ന് മാത്രം പറയണ്ട. ഞാൻ അമ്മ എല്ലാവർക്കും കാത്തിരിക്കും. വരാം പെണ്ണെ. എന്തായാലും എൻ്റെ നാത്തുൻ ആദ്യം ഒരു കാര്യം പറയുമ്പോൾ പറ്റില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? മീരയ്ക്ക് ഇറങ്ങാൻ നേരം സൂര്യയ്ക്ക് അവർക്കൊപ്പം പോകണം. അവസാനം അവളെ മീരയ്ക്കൊപ്പം അയച്ചു. കാറിൽ എല്ലാവരും കയറുമ്പോൾ മീര ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. തിരിച്ച് സുമേഷിനും രമ്യയ്ക്ക് അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് കയ്യിൽ കിടന്ന വള അവൾ ഊരി. പഠിത്തം കഴിഞ്ഞ് ആദ്യമായി പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയപ്പോൾ കിട്ടിയ സാലറിക്ക് വാങ്ങിയതാണ് ആ വള. അതുകൊണ്ട് തന്നെ വല്ലാത്ത അടുപ്പമാണ് അതിനോട്. ആ വളയാണ് അവൾ ഊരി രമ്യയുടെ കയ്യിൽ പിടിച്ചു അതിൽ വെച്ച് കൊടുത്തത്. ഇതെന്തിനെനിക്ക്? ഇവിടുത്തെ ബുദ്ധിമുട്ട് ചേച്ചി പറഞ്ഞില്ല, എനിക്കറിയാം. പിന്നെ ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ സാലറി കിട്ടുന്നവരെ അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഡെയിലുള്ള പെട്രോൾ യാത്ര, ഫുഡ്, അങ്ങനെയല്ല. തൽക്കാലം ഇത് പണയം വെക്കോ വിൽക്കുകയോ ചെയ്യാം. മോളെ എന്നാലും. സുമേഷ് അവളെ വിളിച്ചു. ഒരു എന്നാലും ഇല്ല, ഏട്ടൻ്റെ പെങ്ങളല്ല ഞാൻ. അപ്പോൾ പെങ്ങൾക്ക് ഏട്ടനെ സഹായിക്കാനുള്ള കടമയുണ്ട്. മീരയുടെ പെങ്ങൾ എന്നുള്ള വാക്ക് അവളിൽ സ്വപ്നയെ ഓർമ്മപ്പെടുത്തി. സ്വന്തം പെങ്ങളാണെങ്കിലും ഏട്ടെന്ന് വിളിച്ചിട്ടില്ല. അവളുടെ നേട്ടത്തിന് മാത്രം തന്നെ ഓർക്കും, അത് കഴിഞ്ഞ് ഓർക്കാറില്ല. ഇപ്പം തന്നെ അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. മിക്ക ദിവസവും വീടിൻ്റെ മുന്നിൽ വന്ന് ആൾക്കാർ കേൾക്കാൻ ഓരോന്ന് വിളിച്ചു പറയും. സുമേഷ് പുറത്തിറങ്ങാറില്ല. രമ്യയാണ് അതിനുള്ള മറുപടി പോലും കൊടുക്കുന്നത്. അത് വെച്ച് മീരയെ നോക്കി അവളെ ദൈവൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കിവിടാൻ രമ്യയ്ക്കൊപ്പം ആദ്യം താനും കൂടിയതാണ്. എന്നാൽ ഇപ്പോൾ അവളാണ് തങ്ങൾക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്യുന്നത്. അതും കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കാതെ മീര കാറിൽ കയറി. മറയും വരെ അവർ ഇരുവരും അവളെ തന്നെ നോക്കി നിന്നു. ഈ സമയം മീരയുടെ ശൂന്യമായ കൈ കണ്ടതും വിമല അവളൊന്ന് കൂർപ്പിച്ച് നോക്കുമ്പോൾ, എൻ്റെ ചേട്ടനും ചേച്ചിയല്ലേ എന്ന് പറഞ്ഞ് അവിടെ തോളിൽ ചായുമ്പോൾ അവിടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു. സമയം 8 കഴിഞ്ഞു പോയവരെ കാണാതെ വന്നതും ദേവിന് വിമലയുടെ ഫോണിൽ വിളിക്കുമ്പോൾ അത് വിമലയുടെ റൂമിലിരുന്ന് തന്നെ റിങ് ചെയ്തു. ദേവിന് വല്ലാത്ത ദേഷ്യം തോന്നി. നേരെ രമ്യയെ വിളിച്ചു. അവിടുന്ന് 5 മണി കഴിയുമ്പോൾ തന്നെ അവർ ഇറങ്ങിയെന്ന് പറഞ്ഞതും പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ കോള് കട്ടാക്കി. 5 മണി കഴിഞ്ഞവരെ ഈ നേരമായിട്ടും കാണാത്തിൽ അവന് കുറെ കൂടെ ദേഷ്യം ഉടലെടുത്തു. അതിന് കാരണം കാർത്തിയായിരുന്നു. കാർത്തി മീരയ്ക്കൊപ്പുള്ളത് അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു.